അങ്ങനെ മഴയൊക്കെ ഒന്ന് തോന്ന് കുറച്ച് ദിവസമായിട്ട് വെട്ടമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിവിടുത്തെ പ്ലാവിൽ കുറേ ചക്ക നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിച്ചുകൊണ്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി ഇതാ ഇവിടെ ഇങ്ങനെ വിറ്റ് വെച്ചിട്ടുണ്ടേ. ഇതൊക്കെ അങ്ങ് ഒരുപാട് പഴുത്തു പോയ ചക്കയാണെന്ന് തോന്നുന്നു, അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മരമൊക്കെ അങ്ങ് കൂതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് ഒതുക്കിയ സമയത്തിന് ഞാൻ മിറ്റമൊക്കെ തൂത്തങ്ങ് വൃത്തിയാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല തീയൽ കറിയാണ് കേട്ടോ. മീനൊന്നും മേടിക്കാത്തതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ കൂട്ടും. അപ്പം ഞാൻ വിചാരിച്ചു കൊഞ്ച് വെച്ചിട്ട് തീയലുണ്ടാക്കാം. ആദ്യം കൊഞ്ചാണെങ്കിൽ കൊണ്ടുവന്നതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് അതിൻ്റെ പാറ്റി പറക്കി തലയും വാലും ഒക്കെ ഉണ്ടെങ്കിൽ കളയണം. എനിക്കിഷ്ടം കേട്ടോ തല കിടക്കുന്നത്. വാലൊക്കെ നമ്മൾ അങ്ങ് പാറ്റുമ്പോഴത്തേക്ക് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. 3-4 ദിവസം മുന്നേ ഇക്കാണെങ്കിൽ കുറേ ഉണക്കത്തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉണങ്ങിയ തേങ്ങ. അങ്ങനെ ഞാൻ 3-4 അതിൽ നിന്ന് എടുത്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ അങ്ങ് കൊപ്രയായിട്ടാണ് വന്നത്. ഈ തേങ്ങ കൊണ്ടുവന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഞായറാഴ്ച എന്തായാലും ഇറച്ചി മേടിക്കുമല്ലോ, അന്നേരം ചിക്കൻ മേടിച്ചിട്ട് ചിക്കൻ വറുത്തരച്ച് വെക്കാമെന്ന്. മുന്നേ ഞാൻ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി പഴുത്ത തേങ്ങയല്ലായിരുന്നു, ഉണക്ക തേങ്ങയല്ലായിരുന്നു, സാധാ കരിക്ക് കണക്കിരിക്കുന്ന തേങ്ങയാണ്ട് അത്ര രുചി അങ്ങോട്ട് വന്നില്ലായിരുന്നു. അപ്പോൾ കിട്ടിയ പാടെ ഞാൻ പറഞ്ഞ് എങ്കിൽ ഇന്നിപ്പം ചിക്കനോ ബീഫോ ഒന്നും വേണ്ടിക്കാം, കുറച്ച് തീയൽ വെക്കാം. അങ്ങനെ ഉണക്കക്കൊഞ്ച് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഉണക്കക്കൊഞ്ചാണെങ്കിൽ നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെള്ളത്തിൽ കഴുകിയായിരുന്നു കേട്ടോ. അതായത് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കഴുകിയത്, അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. ഇതിനകത്തിലെ മഞ്ഞ കളർ കണക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി വെള്ളത്തിൽ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിയൊക്കെ കുറേ അങ്ങ് ക്ലീൻ ചെയ്തെടുത്ത്. ഇതാണെങ്കിൽ മുഴുവനെ ഇട്ട് കൊടുക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കീറി ഇട്ട് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും അരിയരുത് കേട്ടോ, അതിൻ്റെ രുചി അങ്ങ് പോകും. ഈ ഉള്ളി ആണെങ്കിൽ മുഴുവനെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അങ്ങനെ ഉള്ളിയെല്ലാം അരിഞ്ഞ് കഴുകി അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ പിച്ചാത്തിക്കാണെങ്കിൽ ഇപ്പോൾ ഇച്ചിരി മൂർച്ച കുറവുണ്ട്, അതിങ്ങനെ തൊലിച്ചിട്ടും പറ്റാത്തത്. പണ്ടൊക്കെ ഇങ്ങനെ ഉള്ളിയൊക്കെ അരിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുമ്പോഴത്തേക്ക് ഓടി കണ്ണാടിയുടെ മുമ്പിൽ പോവും. എന്നിട്ട് നമ്മൾ കരയുന്ന കണക്കൊക്കെ ഇരുന്ന് അഭിനയിക്കുമായിരുന്നു. ഇല്ല സിനിമയിലൊക്കെ കരയത്തില്ലേ, അതേപോലെ ഇപ്പം ഞാൻ ചെയ്ത കണക്കൊക്കെ കുറേ ആൾക്കാരൊക്കെ ചെയ്ത് കാണുമല്ലേ. പിന്നെ ഉള്ളിയെല്ലാം 2ആയിട്ട് കീറിയാണ് കേട്ടോ ഇടുന്നത്. ഒരുപാട് കൊച്ചു കൊച്ചായിട്ടൊന്നും അരിയണ്ട. ഇതിൻ്റെ മുഴുവനെ കിടക്കുന്ന തന്നെ ഇതിൻ്റെ രുചി. കുറച്ച് ഞാൻ മുഴുവനെ ഇടുന്നുണ്ട്, കുറേ അങ്ങ് 2ആയിട്ട് കീറി ഇടുന്നുണ്ടേ. കുറച്ച് പുളിയും കൂടെ അങ്ങ് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതേ കണക്കുള്ള കുറേ തേങ്ങ ഉണ്ടായിരുന്നേ. അതിൽ 3-4 നല്ലതായിരുന്നു, ബാക്കിയൊക്കെ അങ്ങ് കൊപ്രയായിട്ട് പോയായിരുന്നു. ഇത് തിരിങ്ങിയ സമയത്ത് കുറേ അങ്ങ് കഴന്നു വരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരേ കണക്ക് വറുത്ത് വരത്തില്ലേ. വറുക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുത്താൽ കേട്ടോ വറുത്തെടുത്തത്. ഇങ്ങനെ മൂത്ത് വരുന്ന സമയത്തിന് ആവശ്യാനുസരണം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടങ്ങ് നന്നായിട്ട് അതും റോസ്റ്റ് ചെയ്തെടുത്ത്. ഞാൻ ഉമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞ് വേണമെങ്കിൽ മസാലപ്പൊടി ഇടാം, മസാലപ്പൊടി ഇടാതെയും വെക്കാറുണ്ടെന്ന് പറഞ്ഞേ. ഞാൻ പക്ഷേ മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് ഇടും കേട്ടോ. ഞാൻ കുരുമുളക് കയ്യിലില്ലാത്തതുകൊണ്ട് ഇട്ടില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഓടി ഉമ്മയെ ഫോൺ വിളിക്കും കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞു തരും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കൊഞ്ചല്ലേ, അപ്പോൾ വയറൊക്കെ പെരുവും, അതുകൊണ്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ടേക്കാൻ, കൂടെ 2 ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടേരാ, തീയലില്ലേ അതാകുമ്പോൾ രുചി കൂടുമെന്ന് പറഞ്ഞേ. അങ്ങനെ ഇതാണ്ട് ഞാൻ ഇതെല്ലാം മൂപ്പിച്ച് വയറ്റണ്ടയൊക്കെ ഒന്ന് വയറ്റി കൊടുത്ത് അതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുത്ത് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ തന്നെ അങ്ങ് വാട്ടിയെടുത്തിട്ടുണ്ടേ. എണ്ണയിൽ വാട്ടിയെടുക്കുന്ന കിഴങ്ങൊരു പ്രത്യേക രുചിയാണേ. ആ സമയം കൊണ്ട് കിച്ചും വിച്ചും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മദ്രസയിൽ നിന്ന്. അപ്പോഴത്തേക്കും വിളി പറയും. എപ്പോഴും ഞാൻ പറയത്തില്ലേ വരുമ്പോഴേ വിശക്കുന്നതെന്ന് പറഞ്ഞാൽ കേട്ടോ വരുന്നത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി. പിന്നെ കൊഞ്ചെല്ലാം അതിനകത്തോട്ടിട്ട് കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അതും ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ മുമ്പേ അങ്ങ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് വെള്ളം തൊടാതെ ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും കൂടി ഇട്ട് അരച്ചങ്ങ് എടുത്തിട്ടുണ്ട്. അത് അടുപ്പേ കിടന്ന് വേവുന്ന ഈ വഴുതണങ്ങി ഇങ്ങനെ വലുതായിട്ട് അരിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇക്ക ചോദിച്ചു ഇത്രയും വലുതായിട്ട് അരിയേണ്ട കാര്യമുണ്ടോ എന്ന്. പക്ഷേ ഇത് എണ്ണയിട്ട് വാടുമ്പോഴത്തേക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കുവേ, അതുകൊണ്ട് ഞാൻ അത്രയങ്ങ് വലുതായിട്ട് അരിഞ്ഞത്. ഇത് വെക്കാനും എളുപ്പമാണ്. ഞാൻ കുറേ വീഡിയോയ്ക്കകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഇട്ട് തട്ടിപ്പൊത്തി അങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം കുരുമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയോ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതും അങ്ങ് റെഡി ആയിട്ടുണ്ടേ. വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോട്ട് നമ്മളെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണേ. മീൻകറി ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഒരു മുട്ടയും കൂടെ പൊരിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. കുറേ ദിവസമായപ്പോൾ ഇവിടെ മീൻ മേടിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു മുട്ടയും കൂടെ പൊരിച്ചങ്ങ് കൊടുത്തേക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി വായിക്ക് രുചിയൊക്കെ കിട്ടണ്ടേ. മുട്ടയാണെങ്കിൽ ഇവിടെ 3 പേരും കഴിക്കുവേ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം അങ്ങ് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞായറാഴ്ച എടുത്തൊരു വീഡിയോയാണ്. സത്യം പറഞ്ഞാൽ അന്ന് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. എനിക്ക് സമയമൊന്നും കിട്ടിയില്ലായിരുന്നു. തിങ്കളാഴ്ച സ്കൂൾ തുറപ്പല്ലേ, അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നേ.
അങ്ങനെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ കറിയും ഊണും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വറുത്തരച്ച കറിയായിരുന്നു കേട്ടോ. നമ്മൾ തേങ്ങ ചില പഴുത്ത തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത്രയും രുചി കിട്ടത്തില്ലായിരുന്നു. ഞാൻ ഈ തേങ്ങ കൊണ്ടുവന്നപ്പോഴേ ഒന്നീ ചിക്കൻ കറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വറുത്തരച്ച് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ തേങ്ങ എടുക്കാതിരുന്നതാണേ. മുട്ട പൊരിച്ചപ്പോഴത്തേക്കും ഏതോ ഒരു സൈഡ് വെന്തിട്ടില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ മറക്കാതൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഊണ്. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഞാൻ ചോറിട്ട് അതും അങ്ങ് കൊടുക്കാൻ വെച്ചേ.